കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വെടിവയ്പ് നടന്നുവെന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാനായി അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭടന്മാർ അദ്ദേഹത്തിന് വലയമായി നിന്നു. അതായത് വെടിയുണ്ട വരികയാണെങ്കിലും അദ്ദേഹത്തിന് ഏൽക്കുവാൻ പാടില്ല. അദ്ദേഹത്തിന് ചുറ്റും ഓടി വന്ന് വലയം തീർത്ത, അദ്ദേഹത്തിന് മേൽ കുനിഞ്ഞു നിന്ന ആ മനുഷ്യനെ രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ ബലി കഴിക്കുവാൻ തയ്യാറായി. വെടിയുണ്ടയിൽ നിന്നും ഓടിപ്പോകുകയല്ല, മറിച്ച് പ്രസിഡന്റിന്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന സുരക്ഷാ ഭടന്മാരെ പറ്റി വായിച്ചു. ചില ചിന്തകൾ മനസ്സിലേക്ക് വന്നു. വെടിയുണ്ട വരുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോകാതെ, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കാതെ, മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാനായി, അദ്ദേഹത്തെ രക്ഷിക്കുവാനായി വേണമെങ്കിൽ ആ വെടിയുണ്ട ഏൽക്കുവാനും മരിക്കുവാനും തയ്യാറായി മറ്റൊരാളുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ആ സുരക്ഷാ ഭടന്മാർ സത്യത്തിൽ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നതാണ്. ഈ തരത്തിലുള്ള അവരുടെ ബിഹേവിയർ, അവരുടെ പ്രവർത്തികൾ അവരെ അങ്ങനെ പഠിപ്പിച്ചു. അവരുടെ കർത്തവ്യതാബോധം, അവരുടെ ഉത്തരവാദിത്വ ബോധം, അവരുടെ ചുമതലാബോധം, രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, അവരെ നിയോഗിച്ച രാജ്യസുരക്ഷാ സേനയോടുള്ള അവരുടെ സമർപ്പണം, അമേരിക്കൻ പ്രസിഡന്റിനെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് ജീവൻ കൊടുത്തും എനിക്ക് ചെയ്തേ തീരൂ എന്നുള്ള നിഷ്കർഷതാ ബോധം, ചുമതലാബോധം നമ്മുടെയൊക്കെ മുൻപിൽ വെല്ലുവിളി ഉയർത്തുന്ന രീതികളാണ് ഇതൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ്, ആ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാനായി എന്തും ചെയ്യുവാൻ തയ്യാറായ സുരക്ഷാ ഭടന്മാർ. ഓർക്കുകയായിരുന്നു, എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ദൈവസഭയുടെ അംഗമാണ്, യേശുവിന്റെ ശിഷ്യനാണ്, വിശ്വാസിയാണ്, ദൈവദാസനാണ്. എനിക്കും ഒരു ചുമതല നൽകിയിട്ടുണ്ട്. എന്താണ് ചുമതല? ഈ സുവിശേഷവുമായി പോകുക. അതാര് നൽകിയതാണ്? അത് ഈ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തുള്ളയാൾ നൽകിയതാണ്. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആ ആത്മീയ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തുള്ള വ്യക്തി നമുക്ക് നൽകിയ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഈ സുവിശേഷവുമായി പോകുക. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, പോകുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക, പോകുക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അതെ, പ്രയാസമുള്ള, കഷ്ടമുള്ള, ക്ലേശമുള്ള ലോകത്തിലേക്ക് സുവിശേഷവുമായി പോകുക എന്നുള്ള ഒരു റിക്വസ്റ്റ് അല്ല, ഒരു കമാൻഡ്. അതെ, അമേരിക്കൻ സുരക്ഷാ ഭടന്മാർ വെടിയുണ്ട ചീറുമ്പോൾ പ്രസിഡന്റിന് നേരെ ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന് കാരണം, അതെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, അവർക്ക് നൽകിയ കമാൻഡ്, അവർക്ക് നൽകിയ ആജ്ഞ, അത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ദൈവസഭയുടെ അംഗങ്ങൾ. നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരാണ്. എന്നാൽ അതിനപ്പുറത്ത് ഈ സുവിശേഷവുമായി പോകുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടോ? ആ കർത്തവ്യ ബോധം നമുക്കുണ്ടോ? ആ കമാൻഡ് റിക്വസ്റ്റ് അല്ല, സജഷൻ അല്ല, അഡ്വൈസ് അല്ല, കമാൻഡ്. ആ കമാൻഡ് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് അവർക്ക് വേണ്ടി രക്തം നൽകിയ ആളല്ല. എന്നാൽ നമ്മളോട് പോകുക, സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ ആ വ്യക്തി നമുക്ക് വേണ്ടി നൽകിയ സ്വന്തം രക്തമാണ്. അത് സാധാരണ രക്തമല്ല, അത് വിശുദ്ധ പാപക്കറയേറ്റിട്ടില്ലാത്ത രക്തമാണ്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം ഇരട്ടിക്കുകയാണ്. നമ്മൾ ഇന്ന് ആ രാജ്യത്തിന്റെ സ്ഥാനാപതികളാണ്, ഭടന്മാരാണ്. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. തയ്യാറാണോ നമ്മൾ? ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ രക്ഷിക്കുവാനായി വെടിയുണ്ട ഏൽക്കുവാൻ തയ്യാറായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടുന്ന ഭടനെവിടെ? ഒളിച്ചോടുന്ന ഞാനെവിടെ? സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ, എന്റെ കംഫർട്ട് സോണിലേക്ക്, അവിടേക്ക് മാറി നിൽക്കുന്ന, രക്ഷപ്പെട്ട് അവിടേക്ക് മാറുന്ന ഞാനെവിടെ? അതെ, ഭയപ്പാടുള്ള, ഭീരുത്വമുള്ള സുവിശേഷകർ, ദൈവമക്കൾ, വിശ്വാസികൾ, സത്യത്തിൽ അവരാണ് സഭയെ തളർത്തുന്നത്. അല്ലേ? കർത്താവ് പറയുന്നു, ധൈര്യപ്പെടുക. ശിഷ്യന്മാരുടെ ധൈര്യം കണ്ട്, അവർ പഠിപ്പില്ലാത്തവർ, സാധാരണക്കാർ, എങ്കിലും അവരുടെ ധൈര്യം കണ്ട് മറ്റുള്ളവർ അതിശയപ്പെടുകയാണ്. ഇന്ന് എവിടെയാണ് ധൈര്യം? നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ രാജ്യം തന്നെ വിട്ട് ഓടുകയാണ്. നമുക്ക് വാക്കുകളുണ്ട്, നമുക്ക് പ്രസംഗമുണ്ട്, എന്നാൽ നമ്മളെ ആക്ഷൻ എവിടെയാണ്? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത നിങ്ങളുടെ വിശ്വാസം അത് നിർജീവമാണ്. നമുക്ക് പ്രവർത്തിക്കാം. ഈ ലോകത്തിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അതെ, യേശുക്രിസ്തു ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, സർവ്വ സൃഷ്ടിയുടെയും സൃഷ്ടിതാവാണ്. താൻ നമുക്ക് വേണ്ടി ചെയ്തത് നമുക്ക് വിവരിക്കുവാൻ കഴിയുന്നതിലപ്പുറമാണ്. താൻ നമ്മളോട് കൽപ്പിച്ച കൽപ്പന അതനുസരിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ.